ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ, ഇവിടെ കഴിഞ്ഞ ജൻസി പ്രക്ഷോഭത്തോടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളാണല്ലോ ഇപ്പോഴവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ജനശ്രദ്ധയാകർഷിച്ച ഒരു പുതിയ പരിഷ്കാരം, ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് മാസത്തിൽ 2 പ്രാവശ്യം ശമ്പളം കൊടുക്കുക എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള പുതിയ സർക്കാർ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു സുപ്രധാനമായ തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് എത്തും എന്നാണ് ഈ സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഇതിൻ്റെ ലക്ഷ്യമായി പ്രധാനമായി കാണുന്നത് മാസാവസാനം വരെ ശമ്പളത്തിനായി കാത്തിരിക്കുന്നത് ഒഴിവാക്കി ജീവനക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ പണം എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി സർക്കാർ പറയുന്നത്. പിന്നെ വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. മൂന്നാമതായി പറയുന്നു, ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിലൂടെ സാമ്പത്തിക രംഗം കൂടുതൽ സജീവമാകും. ജീവനക്കാർക്ക് അവരുടെ സാമ്പത്തിക രംഗം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആസൂത്രണം ചെയ്യാനും സാധിക്കും. ഇതാണ് നേപ്പാൾ സർക്കാർ ഇപ്പോൾ ഈ പുതിയ പ്രഖ്യാപനത്തിലൂടെ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ സർക്കാർ ജീവനക്കാരുടെ ഇതിൻ്റെ പ്രതികരണം കാര്യമായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും അത് കാര്യമായ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയും കുറവാണ്. കാരണം 2 പ്രാവശ്യമായി കിട്ടുന്നു എന്നതാണല്ലോ. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിലൂടെ 1-ാം തീയതിയും 15-ാം തീയതിയും അല്ലെങ്കിൽ 15-ാം തീയതി 30-ാം തീയതിയും ഒക്കെ ആയിട്ട് ഒരു മാസത്തിൽ 2 പ്രാവശ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രീതി നേപ്പാളിൽ ആദ്യമായിട്ടാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രീതിയുണ്ട്. അമേരിക്കയുടെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ രീതിയുണ്ട്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ചുരുക്കത്തിൽ വികസിത രാജ്യങ്ങളിൽ നിലവിലുള്ള ഈ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നേപ്പാളിൽ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിനവിടെ സിവിൽ സർവീസ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുകൂടി മാറ്റങ്ങൾ വരുത്തിയാൽ ഈ നിയമം പ്രാബല്യത്തിലാകും എന്നാണ് സർക്കാരിൻ്റെ അവകാശമാണ്. ഏതായാലും ഇത് സർക്കാർ ജീവനക്കാരുടെ യൂണിയനുകളുടെ പ്രതികരണങ്ങളൊന്നും ഇതിൽ കാര്യമായി വന്നിട്ടില്ല. എങ്കിലും ഇത് ഒരു നല്ല തീരുമാനമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ആവാം യൂണിയനുകൾ കാര്യമായി പ്രതികരിക്കാത്തത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാലും അത് സ്വാഗതം ചെയ്തിട്ടുമില്ല, അതിനെതിർത്തിട്ടുമില്ല എന്നാണ് ഇതുവരെയുള്ള ന്യൂസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുക. ഏതായാലും ഇത് സർക്കാർ ഉദ്ദേശിക്കുന്നത് ജീവനക്കാരുടെ കയ്യിൽ 2 പ്രാവശ്യമായി പണം എത്തിക്കഴിഞ്ഞാൽ ആ പണം കൂടുതൽ മാർക്കറ്റുകളിലേക്ക് ഒഴുകി മാർക്കറ്റ് കൂടുതൽ സജീവമാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിനെ കൂടുതൽ, ഏതായാലും ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തേ പറ്റൂ, അത് കൂടുതൽ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുവാൻ ഉള്ള ഒരു ആസൂത്രണമായാണ് ഇതിനെ സർക്കാർ കാണുന്നത്. ജീവനക്കാരുടെ പ്രതികരണം ഇതിൽ വരേണ്ടതും ഉണ്ട്. അവരുടെ യൂണിയനുകളും കാര്യങ്ങളും ഒന്നും ഇതിൽ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. അവരുടെ പ്രതികരണം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷ്യം സർക്കാർ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിനെ സജീവമാക്കുക എന്ന് തന്നെയാണ്. ഏതായാലും ജീവനക്കാരുടെ പ്രതികരണം കൂടി വന്നാലാവും ഇതിന്റെ ഈ ലക്ഷ്യത്തിന്റെ സമ്പൂർണ്ണ ഒരു വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുക. ഏതായാലും ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെ ഈ രീതിയുണ്ട്. ന്യൂസിലാൻഡ്, നമ്മുടെ ദക്ഷിണേന്ത്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നല്ല ഒരു തീരുമാനം ആണ് എന്ന് തന്നെയാണ് തുടക്കത്തിൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്കിലും
സർക്കാർ ജീവനക്കാരുടെയും അതുമായി ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഏതായാലും നമ്മുടെ അയൽ രാജ്യത്ത് ഇങ്ങനെ ഒരു പരിഷ്കാരം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.